Okay, so yesterday we started KL transform and we began to do a problem, right? Okay, upon another KL transform or matrix. So you have been given a matrix and you are asked to find out the KL transform of that particular matrix. So KL transform and input dependent on so by using that particular matrix, you have to develop a KL transform matrix. So we steps we have already discussed some steps and the first letter section step and there vectors ആക്കി മാറ്റണം പിന്നെ എന്തായിരുന്നു നമ്മൾ അതിന്റെ കോവേരിയൻസ് മെട്രിക്സ് കണ്ടുപിടിക്കണം അല്ലേ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോവേരിയന്റ് മെട്രിക്സ് കണ്ടുപിടിച്ച് ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും കണ്ടുപിടിക്കണം അല്ലേ അപ്പൊ ഐഗൻ വാല്യൂസ് ആണെന്ന് തോന്നുന്നു നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ചത് അല്ലേ ഓർക്കുന്നില്ലേ ഓക്കെ ഐഗൻ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും ഐഗൻ വെക്ടേഴ്സ് ഇന്നലെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ല ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാനുള്ള എങ്ങനെ കണ്ടുപിടിക്കാം ഐഗൻ വെക്ടേഴ്സ് പറ ഐഗൻ വെക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കോ covariance of x minus lambda 0 I covariance of x minus lambda 0 I phi 0 is equal to 0 അല്ല ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കണം അപ്പം ചെയ്തോ നിങ്ങൾ ഇപ്പൊ എന്താ വരുക കോവറൻസ് ഓഫ് എക്സ് എന്താ നമുക്ക് കിട്ടിയത് കോവറൻസ് മെട്രിക്സ് എന്തായിരുന്നു കിട്ടിയത് കേൾക്കുന്നില്ല പറയുന്നത് 1 minus 2 minus 2 0 1 minus 2 minus 2 0 അല്ലേ 0 ഓക്കെ മൈനസ് ഇവിടെ എന്തരും ലാംഡ 0 0 അല്ലേ 0 ലാംഡ 0 അങ്ങനെയല്ല വരും അതായത് ലാംഡ 0 0 0 ലാംഡ 0 ഇൻറ്റു എന്ത് വരും 5 0 അപ്പം ഇതിനനുസരിച്ചിട്ട് രണ്ട് വെക്ടർ ആയിരിക്കും അത് നമുക്ക് 5 0 501 എന്നും റെപ്രസെന്റ് ചെയ്യാം ഈക്വൽ ടു 0 ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക ഓക്കെ അപ്പൊ ഈ ലാംഡ 0 നമുക്ക് കിട്ടിയിട്ടുണ്ട് ലാംഡ 0 ലാംഡ 1 വാല്യൂ കിട്ടിയിട്ടുണ്ട് എന്തായിരുന്നു ലാംഡ 0 നമുക്ക് കിട്ടിയ വാല്യൂ എന്താണ് നമ്മൾ എടുത്തത് 2.56 അല്ലേ അപ്പൊ അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നിട്ട് നിങ്ങൾ എന്താ ഇക്വേഷൻ ഉണ്ടാക്കും ഓക്കെ അതിന്റെ ഇക്വേഷൻ നിങ്ങൾ പറയാം അങ്ങനെ കിട്ടിയാൽ നോക്കിയിട്ട് ആദ്യം പറയും ഇത് കണ്ടുപിടിക്കുക ഇതവിടെ മൈനസ് ചെയ്ത് കറസ്പോണ്ടിങ് ഇക്വേഷൻ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക ചെയ്തോ ശിശിര മനസ്സിലാവുന്നില്ല അരുൺ അപ്പൊ ചെയ്തു നോക്ക് എന്നിട്ട് ഇക്വേഷൻ ഫോം ചെയ്ത് ഇക്വേഷൻ പറ എന്താ കിട്ടിയെന്ന് അതേപോലെ തന്നെ അടുത്ത ഇക്വേഷൻ നമ്മൾ എടുക്കണം കോവേരൻസ് മെട്രിക്സ് എക്സ് കോവേരൻസ് ഓഫ് എക്സ് മൈനസ് ലാംഡ 1 I ഇൻറ്റു 5 1 എടുക്കുക അപ്പൊ ഇതാദ്യം ഈ ഇക്വേഷൻ നിങ്ങൾ ഫോം ചെയ്യുക അതിനുശേഷം അടുത്ത് ചെയ്താൽ മതി
കിട്ടിയോ? ഇക്വേഷൻ കിട്ടിയോ? അഭിജിത്ത് കിട്ടിയോ? ഇക്വേഷൻ കിട്ടി. എന്താ കിട്ടിയ? -1.5650 ശരി, -1.56500 മൈനസ് 2 × 501 ആണോ കിട്ടിയ? ഈക്വൽ ടു 0 എന്ന് കിട്ടിയ അല്ലേ? ഇങ്ങനെയാണോ എല്ലാവർക്കും കിട്ടിയ? അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, ശിശിര ഓക്കെ കിട്ടിയോ? പാർവതി കിട്ടിയോ? പാർവതി ഇല്ല. ഹർഷ കിട്ടിയോ? ഹരിത? ഓക്കെ, അപ്പൊ ഇനി നമ്മളിത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു വാല്യൂവിന്, അതായത് എളുപ്പത്തിന് വേണ്ടിയിട്ട് പിന്നെ ഒരു വാല്യൂവിന് നമ്മൾ 1 ആക്കി സെറ്റ് ചെയ്യണം. അപ്പം ജനറലി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ റോ റിഡക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ആ റോ റിഡക്ഷൻ മെത്തേഡിൽ ഇപ്പൊ നമ്മളിപ്പോ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് ഇപ്പം ഈ 2ന്റെ കൂടെയുള്ള ഈ റിയൽ നമ്പറിന്റെ കൂടെയുള്ള വേരിയബിൾ ഇത് ഡെസിമൽ ആണ്. അപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ റിയൽ നമ്പറിന്റെ കൂടെയുള്ള വേരിയബിൾ 501 ആണ്. അപ്പൊ അതിനെ നമ്മൾ 1 ആക്കി സെറ്റ് ചെയ്യാം കണ്ടുപിടിക്കാൻ വേണ്ടി, സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം 501 1 ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, 1 ആക്കും. എന്നിട്ട് 500 കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ 1 ആക്കുക. എന്നിട്ട് 500 നിങ്ങൾക്ക് കിട്ടും എന്താണ് ശരി. സിമിലർലി നിങ്ങൾ അടുത്ത മെട്രിക്സ് എടുത്ത് ഇതേപോലെ അടുത്തത് ഫോം ചെയ്യുക. കോവേരിയൻസ് മെട്രിക്സ് ഓഫ് എക്സ് മൈനസ് λ1i 5 1 = 0 എന്നിട്ട് നിങ്ങൾ അടുത്ത ഇക്വേഷൻ എഴുതിയിട്ട് ഇതുപോലെ ചെയ്യണം. ഇതിപ്പോൾ ആദ്യം 500 കണ്ടുപിടിക്കുക. ഇത് 1 ആയിട്ട് സെറ്റ് ചെയ്യുക. ഒരു വേരിയബിൾ 1 ആക്കി സെറ്റ് ചെയ്യാം. ഇപ്പൊ കണ്ടുപിടിക്കോ. അതുപോലെ നെക്സ്റ്റ് ഫോർമുല എഴുതുക. ഇപ്പൊ നിങ്ങൾ 5 1 എഴുതുക. അപ്പൊ 510 511 എടുക്കും. അതിന്റെ വാല്യൂ കണ്ടുപിടിക്കും. എന്താ കിട്ടിയ? 500 എന്താ കിട്ടി? -1.28 -1.2 വരും അല്ലേ? -1.28 വരും. ഓക്കെ, അപ്പൊ നമ്മുടെ ഒന്നാമത്തെ സെക്ഷനിലുള്ള -1.28. ഓക്കെ, ഇതാണ് നമ്മുടെ വാല്യൂ. അപ്പോൾ നമ്മുടെ ഐഗൺ വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 500 ആണ് 1.28. അപ്പം ഐഗൺ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? -1.281. ഇതായിരിക്കും നമ്മുടെ ഐഗൺ വെക്ടർ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഐഗൺ വെക്ടർ, അതായത് 50 എന്ന് പറയുന്ന ഐഗൺ വെക്ടർ. ഇനി അതേപോലെ അടുത്ത കണ്ടുപിടിച്ചോ അഭിജിത്ത്? അതിപ്പം ആ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാനാവൂലേ സാധാരണ ചെയ്യുന്ന പോലെ? സോൾവ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇപ്പൊ 2 ഇതല്ലേ ഉള്ളൂ, 2 അൺനോൺസ് ഇല്ല. അതെ, 2 അൺനോൺ ഉണ്ട്. അത് ഇപ്പൊ കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റൂലേ? അങ്ങനെ ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒന്നിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരില്ല, അല്ലാണ്ട് പറ്റുമോ?
രണ്ട് അൺനോണും രണ്ട് ഇക്വേഷൻ അല്ലേ ഉള്ളു? രണ്ട് ഇക്വേഷൻ ഇല്ലല്ലോ, ഒറ്റ ഇക്വേഷൻ അല്ലേ ഉള്ളൂ. ഒരു ഇക്വേഷൻ ഉള്ളൂ. അടുത്ത ഇക്വേഷനിലുള്ള വേരിയബിൾസ് കംപ്ലീറ്റ് വേറെ അല്ലേ? മനസ്സിലായി പറഞ്ഞ? അല്ല വിജിത്ത? അല്ലേ? അല്ല സാർ, ആ മെട്രിക്സ് തമ്മിൽ മൈനസ് സബ്ട്രാക്ട് ചെയ്താൽ -1.56 കിട്ടൂലേ? ലാംഡ 0 എന്ന് പറയുന്നത് 2.56 അല്ലേ? -1.56 പിന്നെ -1.56 കിട്ടും, -2 കിട്ടും, -2 കിട്ടും, -2.56 കിട്ടും. എന്നിട്ട് ആ മെട്രിക്സ് തമ്മിൽ രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ട് ഇക്വേഷൻ കിട്ടത്തില്ലേ? രണ്ട് ഇക്വേഷൻ വരുന്നുണ്ടോ? അതെ, -1.56501 -2501 = 0. അതേപോലെ തന്നെ -2500 -2.56 അങ്ങനെ ചെയ്ത് നോക്കാം. അന്നേരം കിട്ടുന്നുണ്ടോ? രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്ത് അങ്ങനെ കിട്ടൂല, പക്ഷെ 0 കിട്ടുക രണ്ടും. രണ്ടിന്റെയും വാല്യൂ 0 കിട്ടും. ഓക്കെ ഓക്കെ. ഇതിൽ 501 എന്ന് പറയുന്നത് ഫ്രീ വേരിയബിൾ എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണ് അത് 1 എടുക്കുന്നത്. അപ്പോൾ നോക്കാം, അടുത്ത നിങ്ങൾ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ വരും. അപ്പം ഒരു റിയൽ ടേമിന്റെ കൂടെ വരുന്ന പിന്നെ വാല്യൂന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഫ്രീ വേരിയബിളിനോട്ട്. അപ്പൊ അടുത്ത ഇവിടെ എന്തോരും? ഇവിടെ ലാംഡ 1 വരും കേട്ടോ. അപ്പൊ അത് ചെയ്ത് നോക്കാം. ഇവിടെ ലാംഡ 1 ആക്കും നിങ്ങൾ. ലാംഡ 1 എന്താ നമുക്ക് കിട്ടിയെന്താ? ലാംഡ 1ന്റെ വാല്യൂ എന്തായിരുന്നു കിട്ടിയ? -1.56. അത് വെച്ച് അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ ഇവിടെ നിങ്ങൾ 500 എന്നുള്ളത് 5 1 നമുക്ക് വേണ്ട. അപ്പൊ 510 511 എടുക്കും. ഓക്കെ, അങ്ങനെ റീപ്ലേസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഇതേപോലെ 5 1 നമുക്ക് കിട്ടണം. 5 1 കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടും. ഇക്വേഷൻ നിങ്ങൾ എടുക്കും. ഇതിന്റെ ഈ എടുക്കുന്നതിന്റെ കറക്റ്റ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് എടുക്കുന്നത് ഞാൻ ഒന്നുകൂടി വേറൊരു ബുക്ക് മാത്സ് റെഫർ ചെയ്യാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതിലിങ്ങനെ കാണണം വെച്ചാൽ ആ റിയൽ ടേമുമായിട്ട് ഫ്രീ വേരിയബിൾ എന്നിട്ട് 501 എടുക്കുന്നത്. അടുത്തേലും റിയൽ നമ്പറുമായിട്ട് അതിന്റെ കോയിഫിഷ്യന്റിനെ തന്നെയാണ് 1 ആയിട്ട് എടുക്കുന്നത്. എന്നിട്ട് മറ്റേ വാല്യൂ കണ്ടുപിടിക്കുക എന്നത് അടുത്ത ഇക്വേഷൻ വരുമ്പോൾ. അത് നോക്കാം നമുക്ക്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, ചെയ്ത് നോക്കാം. ഇക്വേഷന്റെ ഫോം ചെയ്ത് നോക്കാം. കിട്ടിയോ? ഫോമുല കിട്ടിയോ? -2.56 2.56 ആണ് വരുന്നത് അല്ല? എത്ര വന്ന്? 2.56 അല്ല?
2.56 മൈ- 510 മൈനസ് 2511 ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഈ കേസിൽ ഇതേപോലെ തന്നെ നേരത്തെ പോലെ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ 511 എന്നുള്ളത് പിന്നെ 1 ആയിട്ട് സെറ്റ് ചെയ്യാം. എന്നിട്ട് 510 എടുക്കും. ആദ്യത്തെ ഇക്വേഷൻ മാത്രം എടുത്താൽ മതി. എന്നിട്ട് 510 എടുക്കും. 510 കണ്ടുപിടിക്കും. ഇത് 1 ആക്കി എടുക്കും. ചെയ്ത് നോക്ക് എന്താണ് ആ വെക്ടർ എന്താ വരുന്നത് നോക്കാം നമുക്ക്. ദീപ്തി മനസ്സിലാവുന്നില്ല ചെയ്യുന്ന? സനില ക്ലിയർ അല്ലേ? ഓക്കെ, എന്താ കിട്ടിയ ആൻസർ? അഭിജിത്ത് കിട്ടിയോ? ആൻസർ 1.78. അപ്പോൾ 510 എന്ന് പറയുന്നത് എന്ത് വരും? 0.78 ആയിട്ട് വരും അല്ലേ? ഓക്കെ, 1 എന്ന് പറയുന്നത് 1ഉം. അപ്പം 0.78 1 അതായിരിക്കും നമ്മുടെ രണ്ടാമത്തെ വെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഐഗൺ വാല്യൂസും കണ്ടുപിടിച്ചു, ഐഗൺ വെക്ടേഴ്സും കണ്ടുപിടിച്ചു. സോ വാട്ട് ഈസ് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ്? അടുത്ത സ്റ്റെപ്പ് എന്താ നോക്ക് പ്രോബ്ലത്തിൽ. പറ. ഐഗൺ വാല്യൂസ് കിട്ടി, ഐഗൺ വെക്ടർ കിട്ടി. ഇനി എന്താ ചെയ്യണ്ടേ? നോർമലൈസേഷൻ ഓഫ് ഐഗൺ വെക്ടർ. വെരി ഗുഡ്. നോർമലൈസേഷൻ ഓഫ് ഐഗൺ വെക്ടേഴ്സ്. നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 50 എന്ന് പറഞ്ഞാൽ ഐഗൺ വെക്ടർ ഉണ്ട് അല്ലേ? 50 നമ്മുടെ ഐഗൺ വെക്ടർ ആണ്. അതിനെ നോർമലൈസ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 50 ഡിവൈഡ് ബൈ നോം 50. അതായത് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 50 എന്ന് വെച്ചാൽ വെക്ടർ അല്ലേ? അപ്പോൾ 50 ബൈ റൂട്ട് ഓഫ്, നമുക്ക് രണ്ട് വാല്യൂസ് അവിടെ ഇല്ലേ? 500 സ്ക്വയർ റൂട്ട് ഓഫ് 500 സ്ക്വയർ പ്ലസ് 501 സ്ക്വയർ. എങ്ങനെ എഴുതാം? 1 ബൈ ആ വാല്യൂസ് എടുത്ത് എഴുതാം ഇവിടെ. അതായത് 500 സ്ക്വയർ പ്ലസ് 501 സ്ക്വയർ ഓക്കെ ഇൻറ്റു 501. ഓക്കെ, അപ്പം 5000ഉം 501 നമുക്കറിയാം എന്തൊക്കെയായിരുന്നു? 5000 മൈനസ് 1.28 ആയിരുന്നു അല്ലേ? അതുപോലെ 501 എന്ന് വെച്ചാൽ 1 ആയിരുന്നു. അപ്പോൾ റൂട്ട് ഓഫ് 500 സ്ക്വയർ പ്ലസ് 501 സ്ക്വയർ കണ്ടുപിടിക്കുക. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഇതിൽ ഓരോ വാല്യൂ ആണ്. ആദ്യത്തെ വാല്യൂ മൈനസ് 1.28, അതുകൊണ്ട് ആ വാല്യൂവിനെ ഡിവൈഡ് ചെയ്യാം. ആ വാല്യൂ ഡിവൈഡ് ബൈ നിങ്ങളുടെ നോം, അഗെയിൻ 1 ഡിവൈഡ് ബൈ ആ സംഭവം. അതോടെ നിങ്ങളെ നോർമലൈസ്ഡ് വാല്യൂ കിട്ടും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായോ ശിശിര? ലാസ്റ്റ് റൂട്ട് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ ആദ്യം റൂട്ട് കണ്ടുപിടിക്കുക. റൂട്ട് കണ്ടുപിടിച്ച ശേഷം എന്ത് ചെയ്യാം? ഇപ്പം നിങ്ങളെ ഉള്ളിലുള്ള ഇപ്പം ഇതല്ലേ 501, അതായത് ഇപ്പം റൂട്ട് കണ്ടുപിടിച്ച ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അതായത് മൈനസ് 1.28 ഡിവൈഡ് ബൈ നിങ്ങൾ കണ്ടുപിടിച്ച റൂട്ട്, 1 ഡിവൈഡ് ബൈ നിങ്ങൾ കണ്ടുപിടിച്ച റൂട്ട്. അതായിരിക്കും നിങ്ങളുടെ നോർമലൈസ്ഡ് ഐഗൺ വെക്ടേഴ്സ്. മനസ്സിലായ? ഹർഷ മനസ്സിലായ? ഹർഷ അരുൺ ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ ചെയ്തിട്ട് പറ. രണ്ടിന്റെ അത് കണ്ടുപിടിച്ചാൽ നിങ്ങൾ ഓൾമോസ്റ്റ് പ്രൊസീജിയർ മാട്രിക്സ് കിട്ടി.
ഇത്രയും പ്രൊസീജിയർ ഉണ്ട്, ശ്രദ്ധിച്ച് ചെയ്യുക, എളുപ്പമാണ്. ഇതേ പ്രോബ്ലംസ് തന്നെ 2 പ്രാവശ്യം മറ്റേ ചോദിച്ചിട്ടുണ്ട്. എനിക്കൊരു സപ്ലിക്കോ റെഗുലർ എക്സാമിനും സെയിം ഡിറ്റോ ഇതേ വാല്യൂസ് വെച്ചിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് നോക്കോ പ്രോബ്ലം. അപ്പൊ റൂട്ട് ചെയ്തിട്ട് എന്താ കിട്ടിയത് നിങ്ങൾക്ക് വാല്യൂ? വാല്യൂ എന്താ കിട്ടിയത്? -1.28 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, അതിന്റെ റൂട്ട് കണ്ടുപിടിക്കണം. എത്ര വേണ്ടത് അഭിജിത്ത? 1.624. 1.624. അത് അപ്പം എന്താ ചെയ്യാൻ അടുത്തത്? -1.28 ഡിവൈഡ് ബൈ ആ വാല്യൂ 1 ഡിവൈഡ് ബൈ ആ വാല്യൂ. അതായിരിക്കും നിങ്ങളുടെ നോർമലൈസ്ഡ് ഐഗൺ വെക്ടർ എന്ന് പറയുന്നത്. കിട്ടിയോ? വാല്യൂസ് കിട്ടിയോ? ശിശിര കിട്ടിയോ? എന്താ വന്നത്? -0.79. -0.79. പിന്നെ 0.61. 0.61. അപ്പൊ ഒന്നാമത്തെ നമ്മളെ ഐഗൺ വെക്ടർ കിട്ടി അല്ലേ? ഇനി അതേപോലെ അടുത്തത് കണ്ടുപിടിക്കുക. 5 നോർമലൈസ്ഡ് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ വരും? നോർമലൈസ്ഡ് ഐഗൺ വെക്ടർ 5 ഡിവൈഡ് ബൈ norm 5 that is equal to 5 divided by root of 510 square plus 511 square. ഓക്കെ, ഇത് ചെയ്യാം. കിട്ടിയത് ചെയ്തോ? അഭിജിത്ത് ചെയ്തോ? ചെയ്തു. എത്ര കിട്ടിയ വാല്യൂസ്? രണ്ടാമത്തെ വാല്യൂസ് 0.615 0.79. ഓക്കെ, 79. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് ട്രാൻസ്ഫോർമേഷൻ, KL ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. ഇതോടെ നിങ്ങൾക്ക് കിട്ടി. ഇതിനെ നിങ്ങളൊരു 2x2 മെട്രിക്സ് ആക്കിയിട്ട് വെക്ടറിനെ കമ്പൈൻ ചെയ്ത് എഴുതിയാൽ നിങ്ങൾക്ക് മെട്രിക്സ് ആയി. അപ്പൊ എന്താ കിട്ടിയ? 0.7961 അല്ല, -0.79 0.61 0.61 0.79. So this is our matrix. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അതായത് ഓർത്തോഗണലായിരിക്കും സംഭവം. അതായത് ഇതും ഇതിന്റെ ട്രാൻസ്പോസും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. അപ്പൊ നമ്മളോട് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് കണ്ടുപിടിക്കുക, ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാൻ പറയുന്നുണ്ട്.
ഇനി സപ്പോസ് നിങ്ങളോട് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് മാത്രമേ ചെയ്യാൻ പറഞ്ഞെങ്കിൽ ഇതോടെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. ആൻഡ് ഇഫ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് എ KL ട്രാൻസ്ഫോം ഓഫ് ഒരു പെർട്ടിക്കുലർ മെട്രിക്സിന്റെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇത് കണ്ടുപിടിച്ച ശേഷം അതിനെന്ത് ചെയ്യാം? നമ്മളെ മെട്രിക്സ് എന്തായിരുന്നു? 4 - 2 - 1 3. 4 - 2 - 1 3 ആണ് അല്ലേ? അപ്പൊ അതിനെ നിങ്ങൾക്ക് മൾട്ടിപ്ലൈറ്റ് എഴുതാം. അപ്പം ഔട്ട്പുട്ട് നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ ഫോർമുല എഴുതി വെച്ചാൽ മതി. ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഇൻറ്റു നിങ്ങൾ ഇൻപുട്ട് മെട്രിക്സ്, അതിന് നിങ്ങൾ എക്സ്നോ അങ്ങനെ പേര് കൊടുക്കുക. ഇതിനെ നിങ്ങൾക്ക് രണ്ടായിട്ട് ചെയ്യാം കേട്ടോ. Y0 എന്ന് പറഞ്ഞിട്ട് ചെയ്യുക. ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഇൻറ്റു നിങ്ങളുടെ ഫസ്റ്റിലത്തെ മെട്രിക്സിന്റെ റോ മാത്രം എടുക്കുക. 4 - 1 എടുക്കുക. പിന്നെ Y1 എന്നിട്ട് കാണണമെങ്കിൽ ആ വെക്ടേഴ്സ് ആയിട്ട് കാണണമെങ്കിലാണ് T ഇൻറ്റു രണ്ടാമത്തെ റോ എടുക്കുക. X1 എടുക്കുക. ഇവിടെ 4 1 ഇവിടെ എന്താണ് -2 3 എടുത്തിട്ട് മൾട്ടിപ്ലൈറ്റ് ചെയ്യാം. അതിനെ കമ്പൈൻ ചെയ്ത് എഴുതിയാൽ മതി. Y0നെയും Y1നെയും കമ്പൈൻ ചെയ്ത് എഴുതാൻ ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പം അത് നിങ്ങൾ ബാക്കി വീട്ടിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യുക. T ഇൻറ്റു എക്സ് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടി. ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഇൻറ്റു നിങ്ങളുടെ മെട്രിക്സ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ക്ലിയർ അല്ലേ? എല്ലാവർക്കും പറഞ്ഞ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ആ സ്റ്റെപ്സുകൾ ഓർത്ത് വെക്കുക കേട്ടോ. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന എന്താ, മെട്രിക്സ് കിട്ടി കഴിഞ്ഞാൽ വേറെ പ്രോബ്ലം തരാം നിങ്ങൾക്ക്. മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം? അതിനാദ്യം രണ്ട് വെക്ടറാക്കി സെപ്പറേറ്റ് ചെയ്തു അല്ലേ? ആ വെക്ടറാക്കിയ ശേഷം നമ്മൾ കോവേരിയൻസ് മെട്രിക്സ് ഉണ്ട്. അപ്പോൾ അവിടെയുള്ള സ്റ്റെപ്സുകൾ കൃത്യമായിട്ട് ഓർമ്മ വേണം, ഇക്വേഷൻസും സ്റ്റെപ്പുകളും. അപ്പോൾ അവിടെ മീൻ കണ്ടുപിടിക്കാറുണ്ട്. പിന്നെ ആ മീൻ വെച്ചിട്ടാണ് നമ്മൾ കോവേരിയൻസ് മെട്രിക്സ് കണ്ടുപിടിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ കോവേരിയന്റ് മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും കണ്ടുപിടിക്കും. ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിച്ച ശേഷം നമ്മൾ എന്താ കണ്ടുപിടിക്കണം? നെക്സ്റ്റ് നോർമലൈസ് ചെയ്യണം അല്ലെ? ഐഗൻ വെക്ടേഴ്സിനെ നോർമലൈസ് ചെയ്യണം. നോർമലൈസ്ഡ് ഐഗൻ വെക്ടർ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ, KL ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ പ്രോബ്ലം നന്നായിട്ട് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, ശരിക്കും പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേറെ 1-2 പ്രോബ്ലം ഉണ്ട്, അത് നമുക്കിന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇനി അങ്ങോട്ടേക്കുള്ള മൊഡ്യൂൾസ് കൂടുതലും തിയറിയാണ്. ഓൾമോസ്റ്റ് ഒരു 80% പോർഷനും തിയറിയാണ്. നമുക്ക് PPT ഒക്കെ വെച്ചിട്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് വളരെ വലിയ എന്താ പറയുക, സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. അതായത് എസ്പെഷ്യലി 4ഉം 3ഉം 4ഉം. ഓക്കെ, 5th-ലും 6th-ലും കുറച്ച് വാസ്റ്റ് ആണ്, പക്ഷെ പ്രോബ്ലംസ് കുറവാണ്. കൂടുതലും വരുന്നത് തിയറിയാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ ആണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല, സമയമില്ല. അപ്പോൾ നിങ്ങളൊരു പ്രോബ്ലം എഴുതിക്കോളൂ. Compute 2D Haar transform of the signal. 2D Haar transform of the signal. Compute 2D Haar transform of the signal. F of mn. F of mn is equal to 4 - 1 2 3. ഇതിന്റെ ഹാർ ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എഫ്. ഇതിപ്പം സപ്പോസ് ഇതിനെയാണ് യു എന്ന് എടുക്കുവാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കാൻ എഫ് യു എഫ് ട്രാൻസ്പോസ്, ഈ ഫോർമുല യൂസ് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ യു. കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. യു എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് മെട്രിക്സ്. അപ്പോൾ എഫ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് വേണം. ഇപ്പോൾ ഹാർ ട്രാൻസ്ഫോമിൽ പിന്നെ 2/2 മെട്രിക്സ് ഏതാ? അതായത് ഓർഡർ 2 ആയിരിക്കുമ്പോൾ മെട്രിക്സ് ഏതാ? HR എന്ന് റെപ്രസെന്റ് ആവുന്നു. എന്താ പറ, നിങ്ങൾ കണ്ടുപിടിച്ചല്ലേ ഹാർ ട്രാൻസ്ഫോം? ഹാർ ബേസിസ് ഫംഗ്ഷൻ വെച്ചിട്ട് 2/2 മെട്രിക്സ് ഉണ്ടാക്കിയില്ലേ? എന്തായിരുന്നു അത്? നോക്കിയിട്ട് പറ.
1√2 1/√2 അല്ലേ? 1/√2 1/√2 1/√2 1/√2 1/√2 മൈനസ് 1/√2 അല്ലേ? 1/√2 1/√2 1/√2 മൈനസ് 1/√2 ഇതാണ് നിങ്ങളുടെ ട്രാൻസ്ഫർമേഷൻ മെട്രിക്സ്. ഇതിനെ നമ്മൾ എഫ് എന്ന് എടുക്കുന്നത്. അപ്പം യു നിങ്ങൾക്ക് അറിയാം, നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അഗൈൻ യു ട്രാൻസ്പോസ് എടുക്കുക, മൾട്ടിപ്ലൈറ്റ് ആൻസർ കുറയാൻ എന്താ കിട്ടിയത്? സാർ അപ്പം നമ്മൾ ബേസിസ് ഓഫ് 4 വെച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ലേ? ആ ബേസിസ് 4 വെച്ച് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്തത് അത് 2x4 അല്ലേ കിട്ടുന്നത്? എങ്ങനെ 2x4? 2 റോയും ആ ആ 4 കോളും. ആ അങ്ങനെയാണ് ഞാൻ തിരിച്ചിട്ടാ. 4 റോയും 2 കോളും അല്ലേ കിട്ടുന്നത്? അതില് അങ്ങനെ ഉണ്ടാവോ? നിങ്ങൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്വയർ മാട്രിക്സ് വെച്ചിട്ട് ചെയ്യണം. അതെങ്ങനെ സ്ക്വയർ മാട്രിക്സ് ആവുക? 4/4 കിട്ടണം. എങ്ങനെ മനസ്സിലായില്ല? അല്ല, നമ്മളൊരു ക്വസ്റ്റ്യൻ ബേസിസ് 4ന്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബേസിസ് 4 ആ ബേസിസ് ഫംഗ്ഷൻ ഡെവലപ്പ് ചെയ്യുന്നില്ല. ആ അതന്നെ. ആ അതില് വാല്യൂ ആയിട്ട് കിട്ടിയത് k0 ആകുമ്പോൾ 1/2 1/2 1/2 1/2 അങ്ങനെയും 2 റോ ആയിരുന്നു കിട്ടിയല്ലേ? 2 റോ ആയിരുന്നു അല്ലേ? ആ 2 റോയുള്ളൂ. ആ 2 അത് ഞാൻ നോക്കട്ടെ കേട്ടോ. ഞാൻ 4/4 മെട്രിക്സ് ആണ് തന്നെങ്കിൽ അതെങ്ങനെ ചെയ്യേണ്ടത് ഞാൻ നോക്കാം. ഇതിപ്പം ഈ മെട്രിക്സ് വെച്ച് നിങ്ങൾ ചെയ്യാം കേട്ടോ. ഞാൻ അതിൻ്റെ അകത്ത് മോഡിഫിക്കേഷൻ ചെയ്യാനുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിൽ നിങ്ങൾ കെ എന്ന് പറഞ്ഞതിന്റെ വാല്യൂ 0 1 മാത്രമേ വരുന്നുള്ളൂ അല്ലേ 4-ല്? അതെ. ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഇത് ചെയ്യാം കേട്ടോ. F ട്രാൻസ്പോസ് എന്താ കിട്ടുന്ന നോക്കാം. കിട്ടിയ ആൻസർ കിട്ടിയ? ആൻസർ എഴുതി വെച്ചോ നിങ്ങൾ. 4 ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 2 -1 3 എന്ന് വരും. ഓക്കെ, 4 2 -1 3 എന്നാണ് ആൻസർ വരും കേട്ടോ. ഒരു പ്രോബ്ലം കൂടി നിങ്ങൾ എഴുതിക്കോളൂ. എഴുതുക. The DFT performed for the image f of m is given below. The DFT performed for the image f of mn is given below. What will be the value of capital F00? f of mn തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മോഡൽ DFT പെർഫോം ചെയ്തു. അപ്പോൾ ഏറ്റവും ഇനീഷ്യൽ വാല്യൂ എന്താണെന്ന് നമുക്ക് നോക്കണം. അതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഞാൻ വായിക്കാം. The DFT performed for the image f of mn is given below. What will be the value of f of 00? Capital F of 00. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പം മെട്രിക്സ് നിങ്ങൾ എഴുതിക്കോളൂ. 0 1 2 1 4 4 1 4 5 6 4 1 4 5 6 1 2 1 0 4 1 2 1 0 4 5 4 1 3 5 5 4 1 3 5. Next 4 2 4 5 6 4 2 4 5 6. So this is our matrix and you have to find out the value of capital F00. നമ്മളിവിടെ DFT അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, യു ആർ ട്രാൻസ്ഫോമിങ് ദിസ് മെട്രിക്സ് ടു ഫ്രീക്വൻസി ഡൊമൈൻ. അറ്റ് ദാറ്റ് ഇതിന്റെ കൂടെ എഴുതാം വിത്തൗട്ട് കമ്പ്യൂട്ടിംഗ് DFT എന്നും കൂടെ എഴുതണം. വിത്തൗട്ട് കമ്പ്യൂട്ടിംഗ് DFT ഡയറക്ട്ലി.
without computing DFT directly. ഇപ്പൊ ഇതെങ്ങനെ ചെയ്യാം? ടു ഡി DFT ഇക്വേഷൻ എന്തായിരുന്നു? പറ. V of KL is equal to ഓക്കെ. ഇപ്പൊ നമ്മൾ സാധാരണ ഒന്നും ചെയ്യാനില്ല ഇതില്. നിങ്ങൾ ആ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട F00 എന്നാണ്. ഇപ്പൊ F00 എന്ന് പറയുമ്പോൾ അവിടെ എമ്മിന്റെ വാല്യൂ 0, എന്നിന്റെ വാല്യൂ 0 കൊടുക്കും ആ ഇക്വേഷനിൽ. അപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് നോക്കും. അതാണ് നമ്മുടെ ഫോർമുല F00. F0 എന്ന് പറഞ്ഞാൽ എന്താ? എമ്മിനും എന്നിനും നമ്മൾ 0 കൊടുക്കുകയല്ലേ ചെയ്യാം. അപ്പൊ നിങ്ങൾ 1 ഡയമെൻഷൻ സിഗ്നലിൽ എക്സ് ഓഫ് കെ കണ്ടുപിടിക്കുന്ന സമയത്ത് ക്യാപിറ്റൽ എക്സ് ഓഫ് 0 എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചാൽ? കമ്പ്യൂട്ട് ചെയ്യാണ്ട് എങ്ങനെ കണ്ടുപിടിച്ചാൽ? ആൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും. അതെ, ക്യാപിറ്റൽ എക്സ് ഓഫ് 0 ആണ് അങ്ങനെ കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ സം അല്ല. ഇപ്പൊ ക്യാപിറ്റൽ എക്സ് ഓഫ് 0 എന്ന് വെച്ചാൽ ടോട്ടൽ സം അല്ല നമ്മൾ എടുക്കുക. ടോട്ടൽ സമ്മേഷൻ എക്സ് ഓഫ് എൻ അല്ല എടുത്താൽ അല്ലേ? അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? F00 ക്യാപിറ്റൽ F00 കണ്ടുപിടിക്കാൻ ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ഇതിന്റെ എല്ലാം സം എടുത്താൽ മതി കേട്ടോ. ഈ ടോട്ടൽ എലമെന്റ്സിന്റെ സം ആയിരിക്കും നമ്മുടെ ക്യാപിറ്റൽ F00ന്റെ ഫസ്റ്റ് ട്രാൻസ്ഫോംഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ ഒരു പ്രോബ്ലം ചെയ്തിട്ടേ കംപ്ലീറ്റ് 4x4 മെട്രിക്സിന്റെ ഒരു പ്രോബ്ലം എല്ലാം 1 വെച്ചിട്ട് നിങ്ങളൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അതിന്റെ എന്തായിരുന്നു നിങ്ങൾക്ക് കിട്ടിയ ആൻസർ? ഏറ്റവും F00 എടുക്കുക 16 ആണ് കിട്ടിയത്. അതെങ്ങനെ 16 വന്നത്? ആ 1 എല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ്. മനസ്സിലായോ അഭിജിത്ത്? മനസ്സിലായോ? നിങ്ങൾ ആ ഇക്വേഷനിൽ 2 ഡയമെൻഷണൽ ഇക്വേഷനിൽ എമ്മിനും എന്നിനും 0 ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടി. ക്യാപിറ്റൽ F00 കിട്ടി. അപ്പൊ നിങ്ങൾക്ക് കിട്ടുകയെന്ന് വെച്ചാൽ കംപ്ലീറ്റ് എലമെന്റ്സിനും ആഡ് ചെയ്യാമെന്നായിരിക്കും. U of M എടുക്കുക, U of 00 എന്ന് വരും. അങ്ങനെ അത് സ്പ്ലിറ്റ് U of 01, U of 02 അങ്ങനെ എല്ലാ എലമെന്റ്സും ആഡ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആയിരിക്കും. ഇവിടെ എമ്മോ എൻ എന്ന് പറഞ്ഞാൽ എമ്മിന്റെ വാല്യൂ എത്രയാ? എമ്മോ എന്നോ എത്രയാ? ക്യാപിറ്റൽ എമ്മോ എന്നും 5 ആണല്ലേ? എമ്മോ എന്നോ 5 ആണ്. 5x5 മെട്രിക്സ് അല്ലേ ഉള്ളത്. അപ്പൊ എമ്മോ എന്നോ 5 കൊടുക്കുക നിങ്ങൾ. എന്നിട്ട് ആ ഇക്വേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സ്മോൾ എമ്മിന്റെ എന്നിന്റെ പ്ലേസിൽ 0 ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു നോക്കാം. അല്ല, സ്മോൾ എമ്മിന്റെ എന്നിന്റെ ഇവിടെ കെയും എല്ലോ അല്ലേ? ക്യാപിറ്റൽ F0 അല്ലേ? അപ്പൊ ഇവിടെ കെന്റെയും എല്ലിന്റെയും പ്ലേസിൽ K0 കൊടുക്കുക, L0 കൊടുക്കുക. എന്നിട്ട് എമ്മിന്റെയും എന്നിന്റെയും വാല്യൂ വേരി ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുമെന്ന് വെച്ചാൽ ഈ ഓരോ എലമെന്റ്സും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും. മൊത്തം എലമെന്റ്സിന്റെ സമ്മേഷൻ ആയിരിക്കും ഈ ക്യാപിറ്റൽ F00 എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്തിട്ട് വരും. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ശിശിര മനസ്സിലായോ? ഹരിത ക്ലിയർ ആണോ പറഞ്ഞ? ദീപ്തി കേൾക്കുന്നില്ലേ പറയുന്നത്? ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അറ്റൻഡൻസ് പറയണേ.